എല്ലാവരും എംപികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മോസ്റ്റ് ഡിമാൻഡഡ് വീഡിയോ അല്ലെങ്കിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആണിത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാവുന്ന പലരും ചോദിച്ചിരുന്നു. അതിലൊരു സെഗ്മെന്റ് ആണ്. 2024 മാർച്ച് കഴിഞ്ഞ ഫസ്റ്റ് കെമാറ്റ് എക്സാമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സെഗ്മെന്റ് ആണ്. ഇതിൽ ഫസ്റ്റ് സെറ്റാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലൊരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. മറ്റു വീഡിയോസുകളിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്ട്രേറ്റ് അവേ ഇൻ ടു ദ ക്വസ്റ്റ്യൻ സെറ്റ്. അപ്പം ഓരോ വർഷങ്ങളിലും ഓരോ ട്രെൻഡ് ആണ്. ചില ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഓരോ ഏരിയാസിൽ നിന്നായിരിക്കും ചോദിക്കുക. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് കുറേ അധികം ഏരിയാസിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പക്ഷേ ഓരോ വർഷം ഓരോരോ ട്രെൻഡാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ഏരിയാസ് ഈ വർഷം ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ ഒരു 80-90ഓളം വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അതിൽ തന്നെ പ്രിപ്പറേറ്റീവ് വീഡിയോസിൽ 40-45ഓളം വീഡിയോസ് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ എല്ലാ ക്വസ്റ്റ്യൻസ് ഒരു 90% ഏരിയാസ് നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 51ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എടുക്കാം. If Alice is currently 30 years old and twice the age her son Ben will be in 5 years, in 10 years how many times will Alice age be compared to Ben's എന്നാണ് ചോദിക്കുന്നത്. ആലിസും ബെന്നും രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടുപേരാണ് അതിനകത്തുള്ളത്. അപ്പോൾ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് ഈ റേഷ്യോ ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മൊത്തം എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോകും. ചോദ്യം മനസ്സിലാക്കി സ്റ്റെപ്സ് എഴുതുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് പറയുന്നതിന് മുമ്പ് ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആലിസിന് 30 വയസ്സ് നിലവിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അടുത്തൊരു റിലേഷൻ പറയുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ടോയ്സ് ദ ഏജ് ഓഫ് ഹെർ സൺ ബെൻ വിൽ ബി 5 ഇയേഴ്സ്. ഇവിടെ ഈ സെൻറ്റൻസ് കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അത് മകൻ്റെ വയസ്സിൻ്റെ 2 ഡബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് പക്ഷേ മകൻ്റെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സിൻ്റെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ആലിസിൻ്റെ വയസ്സ് ഉണ്ട്, മകൻ്റെ വയസ്സ് സ്വാഭാവികമായിട്ടും മകൻ്റെ വയസ്സാണ് നമുക്ക് അറിയില്ലാത്തത്. അതുകൊണ്ട് മകൻ്റെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ മകൻ്റെ വയസ്സ് 5 വർഷം കഴിയുമ്പോൾ x+5 ആയിരിക്കും. അതിൻ്റെ ടോയ്സ് ആണ് ഇപ്പോൾ 30. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് നമുക്ക് ഇക്വേഷൻസ് ഈസി ആയിട്ടൊരു ഫോം ചെയ്യാം. ഇത് കഴിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ബാക്കി എല്ലാ വർക്കും എളുപ്പമാണ്. ആലിസ് 30 ആണ്. അപ്പം മകൻ്റെ 5 വർഷം കഴിഞ്ഞുള്ള വയസ്സിൻ്റെ ഡബിളാണ് ഈ 30 എന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഈസി ആയിട്ട് സൊല്യൂഷനിലേക്ക് കിടക്കാൻ പറ്റും. അപ്പം ഇപ്പം നിലവിൽ ബെന്നിന് X വയസ്സായിട്ട് അവിടെ എടുത്തിട്ടുണ്ട് ഞാൻ. ആലിസിന് 30 വയസ്സാണ്. അപ്പം മകൻ്റെ 5 വർഷം കഴിയുമ്പോഴത്തെ പ്രായം ആലിസിൻ്റെ പ്രായം എടുക്കുമ്പോൾ അതിന് ഡബിളാണ് ആലിസിൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടോയ്സ് ദ ഏജ് ഓഫ് ഹെർ സൺ വിൽ ബി ഇൻ 5 ഇയേഴ്സ്. അപ്പം 5 വർഷം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഡബിളാണ്. ചിലപ്പോൾ അത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിളായിട്ട് ആൾക്കാർ 2x എടുത്ത് കളയും. അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജിൻ്റെ ഡബിളാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ 30 = 2x + 5 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അഗൈൻ അത് എക്സ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 30 ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് എന്നുള്ളത് 10 ആയിട്ട് കിട്ടും. മകൻ്റെ വയസ്സ് 10 ആയിട്ട് കിട്ടും. അപ്പോൾ ചോദ്യം ഇവിടെ ഹൗ മെനി ടൈംസ് വിൽ ആലിസ് ഏജ് കമ്പയർ ടു ബെൻസ് ആഫ്റ്റർ 10 ഇയേഴ്സ്. 10 ഇയർ കഴിയുമ്പം മകന് 10 വയസ്സ് തൊട്ടും ആലിസിന് 10 വയസ്സും. ആലിസിന് 10 എന്നുള്ളത് 30 40 മാറുന്നു. മകൻ്റെ ഈ 10 എന്നുള്ള 20 മാറുന്നു. അപ്പം അങ്ങനെ 40 20 ആണ്. അപ്പോൾ അതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ 2 ടൈംസ് ആണ്. അപ്പം 2 ടൈംസ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷനിലൂടെ ആൻസർ C ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒറ്റൊരു കാര്യത്തിലാണ് നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനകത്താണ് മുഴുവൻ സ്മാർട്ട്നെസ് ഇരിക്കുന്നത്. ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നതിനടുത്താണ് 30 = 2 × x+5 എന്നുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്നിടത്താണ് നമ്മുടെ സ്മാർട്ട്നെസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ വായിച്ചത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഏരിയ. അപ്പോൾ ഇതൊരു റേഷ്യോസ്, പ്രൊപ്പോർഷൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. പല ഇതിൻ്റെ കോമ്പിനേഷൻ ക്വസ്റ്റ്യനാണ്. അപ്പം വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Now here the question is A can complete. ഈ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നിരവധി വീഡിയോസ് ഉണ്ട്. നിങ്ങൾ കാണുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനെപ്പറ്റി ബേസിക്സ് കാര്യങ്ങൾ അറിയില്ലാത്ത ആൾക്കാർ ആ വീഡിയോസിൽ കാണുന്നതാണ്. ടൈം ആൻഡ് വർക്ക് വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കുറച്ച് ചിലപ്പം ബുദ്ധിമുട്ട് വരും. ഓക്കെ, ടൈം ആൻഡ് വർക്ക് വീഡിയോസ് എല്ലാവരും തന്നെ കാണാം.
അപ്പോൾ അതിൽ എല്ലാ ചോദ്യ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ഏരിയ ആണ്. ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് കിട്ടും, ചില ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ടൈം ഓഫ് വർക്കിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക, പ്ലേലിസ്റ്റിലുണ്ട്. A can complete a work in 6 days, B can in 8 days, C 12. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മീനിങ്, ഇങ്ങനത്തെ കാറ്റഗറി ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എക്ക് ഒരു ചോദ്യം, എക്ക് ഒരു വർക്ക് 6 ദിവസം കൊണ്ടും, ബി ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 8 ദിവസം കൊണ്ടും, സി ആണ് വർക്ക് ചെയ്യുന്നതിൽ 12 ദിവസം കൊണ്ടും എന്നാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണ്, ഞാനത് പഴയ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പണി, ഒരു സ്ഥലം, ഒരു വാള് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു വിചാരിക്കുക. അപ്പം ചില പണിക്കാർ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. അപ്പം ഏതെന്നെ പണിക്കാരനാണെങ്കിൽ അയാൾ 6 ദിവസം എടുത്ത് ചെയ്യും. അത് ബി എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ പെയിൻറ്റിങ് അയാൾ 8 ദിവസം എടുത്ത് ചെയ്യും, സി എന്നുള്ളതാണെങ്കിൽ 12 ദിവസം എടുത്ത് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ബേസിക്കലി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓരോരുത്തർ ഒരു ദിവസം ചെയ്ത വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഇങ്ങനത്തെ ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട ടെക്നിക്ക്. അപ്പം എന്ന് പറയുന്ന ഒരാൾ 6 ദിവസം എടുത്താണ് ഒരു ഭിത്തി പെയിൻറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പോൾ കാരണം 6 1/6 കൂടുമ്പോഴാണ് 1 ആയി മാറുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക്. 8 ദിവസം എടുക്കുന്നതെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/8 ആണ്. ഇനിയിപ്പം 12 ദിവസം എടുത്ത് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് 1/8 ആണ്. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കുക, വർക്ക് റേറ്റ് എന്ന് വിളിക്കുക, ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്താണ്, ഇത് ഒരു ഹൗ മെനി ഡേയ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുക, ഹൗ മെനി ഡേയ്സ് ഇത് വർക്ക് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ഒരു ദിവസത്തെ വർക്ക് റേറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പം വർക്ക് റേറ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ 9/24 ആണ് കിട്ടും. 9/24 ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 3യുടെ അടുത്താണ് കിടക്കുന്നത്. 1/3 എന്നാണ്, 1/3 അല്ല, നല്ല അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പോൾ ഇങ്ങനെ ഇവർ 1/3 ആണെങ്കിൽ അപ്പോൾ ഒരു മൊത്തം ഡേ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ വർക്ക് ഈസ് ഈക്വൽ ടു 1 റെസിപ്രോക്കലാണ് ഇതിൻ്റെ ടോട്ടൽ വർക്ക് പെർ ഡേ. ഒരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ റെസിപ്രോക്കലാണ് മൊത്തം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം ഈ 1/9/24 ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എളുപ്പത്തിന് വേണ്ടി ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ 9 or 8 ആണ് ദിവസം ചെയ്യുവാണെങ്കിൽ നമുക്കത് 1/3 ആയിട്ട് മാറ്റാം ഏകദേശം. അങ്ങനെയാണെങ്കിൽ 1/3 ആണ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/3 ആണെങ്കിൽ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസത്തേക്ക് മൊത്തം 3 ദിവസം എടുക്കും. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ എന്താണ് അപ്രോക്സിമേറ്റ് 3 ദിവസം എടുക്കും. അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. അപ്പം 3 days ആണ് ഒരു 3 പേരും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഇത് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് ഷോർട്ട് കട്ടുകളൊന്നും പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എടുക്കുക. ഇങ്ങനെ ഓരോ ദിവസവും പല ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോ ദിവസം ചെയ്യുന്ന വർക്ക് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്താൽ അത്രയും വർക്കാവും എന്നുള്ളൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സെപ്പറേറ്റ് കാണും, ആഡ് ചെയ്യുക, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫ്രാക്ഷൻ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ദിവസം എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ കൂടുതൽ ഈ ഏരിയ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് പ്ലേലിസ്റ്റിലുണ്ട്, അത് ചെക്ക് ചെയ്യാം. അഗെയിൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ലോജിക്കലാണ്. എ മെഷീൻ ക്യാൻ പ്രൊഡ്യൂസ് 20 units per hour while another machine can produce 30 units per hour. How many units will be produced if they operate together for 3 hours? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മണിക്കൂർ ഇത് രണ്ട് മെഷീൻ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 500 units പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 3 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കോംപ്ലിക്കേഷൻ ഒന്നുമല്ല. 500 × 3 1500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നോക്കുക ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വെറും ഒരു 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മുടെ കണ്ണെത്തിയാൽ മാത്രമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. വളരെ നിസ്സാരമായിട്ട് മനക്കണക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈം മാനേജ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസിലേക്കും ടൈം എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു ക്വസ്റ്റിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ നമുക്കൊരു മാത്സിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് 2.5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ആൻസർ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുപാട് സമയം കളയണ്ട. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. ഈ 2-3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനക്കണക്കായിട്ട് അല്ലെങ്കിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ മിസ്സാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ ഒരു ആൻസർ കിട്ടാനായിട്ട് ഇങ്ങനെ വീണ്ടും സമയം ചെയ്ത് കളയാണ്ടിരിക്കുക. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കണ്ടെത്തുക. അത് ഈസി ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ സ്മാർട്ട്നെസ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുക. നമുക്ക് മറ്റൊരു 4ാമതൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക് ആൻഡ് ടൈം പ്രോബ്ലം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് സെയിം പാറ്റേൺ. ഐ ക്യാൻ ഡു എ ജോബ് ഇൻ 20 days, ബി ഇൻ 30 days, സി ഇൻ 40 days. ഇഫ് ദി വർക്ക് ടുഗദർ 8 days, how many jobs works remain? സെയിം സ്റ്റെപ്പാണ്. അത് എത്ര റിമൈനിങ് വർക്കും കൂടെ കണ്ടുപിടിക്കാൻ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല.
സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. എയുടെ ഒരു ദിവസത്തെ വർക്ക് കാണാം, ബിയുടെ കാണാം, സിയുടെ കാണാം, എന്നിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസത്തെ ഇവരുടെ വർക്ക് കിട്ടും. ഇതാണ് ഒരു ദിവസത്തെ വർക്ക്. അപ്പം അവിടെ ആഡ് ചെയ്യുമ്പം 1/20, 1/30, 1/40 ഒക്കെയാണ് ഒരുമിച്ച് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ LCM കണ്ടിട്ട് ആഡ് ചെയ്യണം. അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. LCMനെ പറ്റിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ നിങ്ങൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. യൂട്യൂബിലൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് LCM വീഡിയോസ് ഒക്കെ എന്താണെന്നുള്ളത്. ചില LCM എന്നുള്ളതൊക്കെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള LCM എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതൊരു ബേസിക്കായ കോൺസെപ്റ്റാണ്, മാത്സിൻ്റെ ബേസിക് കോൺസെപ്റ്റാണ് LCM എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് കിട്ടുന്നു. അപ്പോൾ 8 ദിവസത്തെ വർക്ക് കിട്ടാനായിട്ട് വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒരു ദിവസത്തെ വർക്കിനെ. അപ്പോൾ അങ്ങനെ 8 ദിവസത്തെ വർക്ക് കിട്ടി ഇവർ. ഇനി റിമൈനിങ് വർക്ക് കിട്ടാനായിട്ട് നമ്മൾ 1 നിന്ന് മൈനസ് ചെയ്യുക. അതാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ റിമൈനിങ് വർക്ക്, ഇതാണ് റിമൈനിങ് വർക്ക്. സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിനകത്ത് റിമൈനിങ് വർക്കാണ് കണ്ടുപിടിക്കുന്നതാണ്. ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിട്ട് 1 നിന്ന് മൈനസ് ചെയ്യുന്നു. ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലോജിക്ക് അറിയാമെങ്കിൽ ട്രൈ ചെയ്യാം. ഒരു ശ്രദ്ധിച്ച് ചെയ്യണം മാത്രം. 1 മിനിറ്റ് ഒക്കെ എടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതും ലോജിക് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടഫ് ക്വസ്റ്റ്യൻ ഒന്നല്ല. എ നമ്പർ ഇത് ഡിവൈഡ് ബൈ 180 ഗീവ്സ് എ റിമൈൻഡർ 98. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം എന്നുള്ളത് പറയുന്നത്. നമ്മൾ സ്ഥാനത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാക്കി ബാലൻസിനാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. അങ്ങനെ കോൺസെപ്റ്റ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നുള്ളൂ. വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ദ സെയിം നമ്പർ ഇസ് ഡിവൈഡ് ബൈ 15? അപ്പോൾ നമുക്കൊരു ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ഡിവൈഡ് ബൈ 18, 180 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക. അപ്പോൾ 180 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയോ ടൈംസ് ഒരു അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എത്രയോ കിട്ടി നമുക്കൊരു എത്ര ടൈംസ് k ടൈംസ് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമ്പറിന് k ടൈംസ് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ വന്നു പ്ലസ് 98. ഇപ്പോൾ ഇതാണ് നമ്പർ വരുന്നത്. അപ്പം 180 ഇൻറ്റു k പ്ലസ് 98. k എന്നുള്ളത് എന്തോ ആകാം, 180 ഇൻറ്റു x പ്ലസ് 98 എന്ന് എന്തോ ആകാം. 180 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 180 ഇൻറ്റു എത്ര ടൈംസ് ആണ് ചെയ്തതെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് x എടുത്തു. റിമൈൻഡർ കിട്ടിയ 98 ആണ്, അതാണ് നമ്പർ കിട്ടി. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ ഡിവൈഡ് ബൈ 15. ഈ നമ്പർ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സ്ഥിതി എന്ന് നോക്കാം. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 180 വളരെ എക്സാക്ട്ലി 15 കൊണ്ട് ഡിവൈഡബിൾ ആണ്. 180 എക്സാക്ട്ലി ഡിവൈഡബിൾ ആയതുകൊണ്ട് നമുക്ക് 98ൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 98നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അത് തന്നെയായിരിക്കും ആ കേസ് റിമൈൻഡർ. അപ്പം 98നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അഗെയിൻ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 8 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആ നമ്പറിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ 8 ആണ്. ഇതൊരു അരിത്തമെറ്റിക് ആപ്റ്റിറ്റ്യൂഡിലെ നമ്പർ സെറ്റിൽ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക്ക് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് പാടായിട്ട് വരും. കിട്ടുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും റിമൈൻഡർ 98 എന്ന് പറയുമ്പോഴും 180 എന്ന് പറയുമ്പോൾ 180നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് പിന്നെ 180യുടെ കേസ് നോക്കണ്ട. പോയിട്ട് നമ്മൾ 98ൻ്റെ കേസ് നോക്കും. 98നെ 15 കൊണ്ട് ഡിവൈഡ് നോക്കിയാൽ എത്ര റിമൈൻഡർ ഉണ്ടെന്ന് നോക്കിയാൽ ഡയറക്റ്റ് സ്ട്രേറ്റ് അവേ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ 180 15 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ടാണ്. അങ്ങനെ ഡിവിസിബിൾ ആയുള്ള കേസിൽ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് വേറെ രീതിയിൽ ചോദിക്കണം. അപ്പോൾ ഒരു കുറച്ചൊരു മാത്സും കുറച്ച് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതൊരു എബോ ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. ചില ആൾക്കാരെ കിട്ടത്തില്ല. എനിവേ ചിലപ്പോൾ കുറച്ചുകൂടെ ഷാർപ്പാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അഗെയിൻ ടൈം എടുക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് ടൈം എടുത്താലും ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റേണ്ട ക്വസ്റ്റ്യൻ ആണ്. വലിയൊരു റോക്കറ്റ് സയൻസ് ഇതിനകത്തില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 400-നും 800-നും ഇടയ്ക്ക് എത്ര നമ്പർ 13 ഡിവിസിബിൾ ആണെന്നാണ് നോക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചില ആൾക്കാരൊക്കെ ഇത് വിരലിലൊക്കെ എണ്ണി നോക്കി ഒരുപാട് സമയമൊക്കെ എടുക്കും. അങ്ങനെ ചെയ്യരുത് ദയവായിട്ട്. അതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാൻ പോകുന്ന പരിപാടിയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 400-ന് ശേഷമുള്ള 13 കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഈ പറയുന്ന പോലെ സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് 400-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ശിഷ്ടം എത്ര വരുന്നുണ്ട് നോക്കുക. ആ ശിഷ്ടം അങ്ങോട്ട് ബാക്കി മൈനസ് ചെയ്ത് ആഡ് ചെയ്യുക നോക്കുക. അങ്ങനെ പല രീതിയിൽ നോക്കുക. അല്ലെങ്കിൽ മനക്കണക്കായിട്ട് അപ്രോക്സിമേറ്റ്ലി 13ൻ്റെ പല മൾട്ടിപ്പിൾ 13 ഇൻറ്റു 10, 13 ഇൻറ്റു 20, 13 ഇൻറ്റു 30 ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെ 13 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 390 ആണ്. അത് 13 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 390 ആയിട്ട് നമുക്ക് എടുക്കാം. 13 ഇൻറ്റു 3 39, 13 ഇൻറ്റു 30 390 ആണ്. അപ്പോൾ 390യുടെ എന്നോട് വീണ്ടും ഒരു 13 കൂട്ടിയാൽ 403. അപ്പോൾ 403 ആയിരിക്കും ആദ്യത്തെ നമ്പറായിട്ട് എടുക്കാൻ പറ്റുക. അപ്പം അതുപോലെ തന്നെ 800-ന് താഴെയുള്ള നമ്പർ ഏതാണെന്ന് വീണ്ടും നമുക്ക് പല ടൈപ്പ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു, +1 ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ടോട്ടൽ കൗണ്ട്. ഇതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ കൗണ്ട്. ഡിഫറൻസ് എടുക്കുമ്പോൾ ഒന്ന് മിസ്സാവുന്നതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ മൈനസ് ലാസ്റ്റ് നമ്പർ ബൈ the common difference +1.
n-1 d അല്ല a മൈനസ് ബി അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്പർ മൈനസ് ലാസ്റ്റ് നമ്പർ പ്ലസ് 1 എന്നുള്ളത് ഇക്വേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു കുറച്ച് ലോജിക്കും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ടേക്കിംഗ് അനദർ ക്വസ്റ്റ്യൻ ഹിയർ. 3/5 of a number is 540 if 1/6 of the number. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പറിൻ്റെ 3/5 540 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 1/6 എത്രയാണ് ചോദിക്കുന്നത്. അത് നമ്പർ എത്ര കണ്ടുപിടിക്കുക. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ 3/5 540 ആണ്. അപ്പോൾ ഏതൊരു നമ്പർ എന്ന് അറിയാത്തതുകൊണ്ട് അതിന് എക്സ് ഇട്ടു. അതായത് ഏതൊരു നമ്പറിൻ്റെ 3/5 1/540 ആണ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അങ്ങനെ എക്സ് കണ്ടുപിടിച്ചപ്പോൾ എക്സ് 900 ആണ് കണ്ടുകിട്ടി. പിന്നെ ഈ 900ൻ്റെ 1/6 കണ്ടുപിടിച്ചാൽ മതി. അത് 150 ആണ്. അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ 1/5 2/5 എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് താഴേക്ക് ചെയ്യാൻ പറ്റുന്ന, ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ലെവൽ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്ര ടഫ് ക്വസ്റ്റ്യൻ അല്ല, വെരി ഈസി അല്ല, എന്നാലും ട്രയബിൾ ആയിട്ടുള്ള ഒരു മോഡറേറ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഈ ഒരു സെറ്റ് ചെയ്താൽ മതി. 1/5 ഓഫ് നമ്മൾ അറിയാത്തതുകൊണ്ട് എക്സ് എടുക്കുന്നു, അത് 540 ആണ്. ഓക്കെ, again another question, കുറച്ച് ലോജിക്ക് ഉപയോഗിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെസൽ കണ്ടെയ്ൻ 24 ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് ഒരു വെസലിൽ 24 ലിറ്റർ മൊത്തത്തിൽ വാട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:3 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മൊത്തത്തിൽ മിൽക്ക് കണ്ടുപിടിക്കണം. മിൽക്കിൻ്റെ റേഷ്യോ എത്രയാണ്? മിൽക്ക് മൊത്തത്തിൽ 5:3 ആയതുകൊണ്ട് മൊത്തം ഉള്ളത് 24 5/8 × 24 ആയിരിക്കും മിൽക്ക് ഉണ്ടാവും. അപ്പോൾ 15 ലിറ്റർ മിൽക്കും ബാക്കി പോയിട്ട് 9 ലിറ്റർ വാട്ടറുമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി 5/8 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 + 3 8, പിന്നെ വാട്ടർ മിൽക്കിൻ്റെ പോർഷൻ 5 ആണ്. 5/5 + 3 5/5 + 3 അങ്ങനെയാണ് അതിൻ്റെ ഫ്രാക്ഷൻ കിട്ടുക, മിൽക്കിൻ്റെ ഫ്രാക്ഷൻ കിട്ടുക. ഇപ്പോൾ നേരെ തിരിച്ച് വാട്ടറിൻ്റെ ഫ്രാക്ഷൻ ആണെങ്കിൽ 3 + 5 + 3 3/8 എന്ന് കിട്ടും. അങ്ങനെയാണ് മിൽക്കിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം സോ ഈ ഒരു ആംഗിളിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ആദ്യം മിൽക്കിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് ആദ്യം നിങ്ങൾക്ക് വാട്ടറിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇനി മിൽക്കിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എനിവേ വാട്ടറിൻ്റെ പോർഷൻ വാട്ടർ 9 ലിറ്റർ ആണെന്ന് കണ്ടുകിട്ടി. നിങ്ങൾക്ക് നേരിട്ട് വാട്ടറിലേക്ക് എത്താം. 3/8 ആണ്. അപ്പം വാട്ടർ ഇതുപോലെ തന്നെ ഇക്വേഷൻ എഴുതിയിട്ട് 3/8 × 24 ചെയ്താൽ വാട്ടറിൻ്റെ പോർഷൻ കിട്ടും. വാട്ടറിൻ്റെ പോർഷൻ 9 ഡയറക്റ്റ് നമുക്ക് കിട്ടും. വാട്ടർ പോർഷൻ 9 കിട്ടും. 9 ആണെങ്കിൽ നമുക്കിനിയിപ്പം ഈക്വൽ ആകാനായിട്ട് അപ്പം എന്തായാലും മിൽക്കിൻ്റെ പോർഷൻ 15 കിട്ടും. എന്തായാലും രണ്ടിൻ്റെ പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര വാട്ടറും കൂടെ ആഡ് ചെയ്യണം എന്നാണ്. മിൽക്ക് 15 ആണ്, വാട്ടർ 9 ആണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 1 ലിറ്ററും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഈക്വലായി മാറുള്ളൂ. ഓക്കെ, അപ്പം 1:1. അപ്പോൾ 30 ലിറ്റർ മൊത്തം 30 ലിറ്റർ വരും. 30 ലിറ്റർ വരുമ്പോൾ അതിൽ 15 ലിറ്റർ മിൽക്കും 15 ലിറ്റർ വാട്ടറും എന്നുള്ള രീതിയിൽ വരും. സോ അപ്പോൾ ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് 6 ലിറ്റർ ആണ്. 6 ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്യണം, എന്നാലും ഈക്വൽ റേഷ്യോ ആയിട്ട് വരുള്ളൂ. റേഷ്യോസ് ആണ് വെരി ഈസി ക്വസ്റ്റ്യൻ അല്ല, ഒരു എബോ ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ശ്രമിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. Another question, again Jack and Jill are on the age of 5. റേഷ്യോ ആണ്, ഇതേ ലോജിക്ക് തന്നെയാണ്. ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വയസ്സെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഒരാളുടെ വയസ്സ് 5x മറ്റൊരാളുടെ 4x ആയിട്ട് എടുക്കുന്നു. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 6 years if Jackie is now elder to Jill by 4 years? ജാക്കാണ് മൂത്തത്. ഇപ്പം ജാക്ക് മൂത്താണ്. അപ്പോൾ ജാക്ക് മൂത്തായതുകൊണ്ട് 4 വയസ്സ് മൂത്തായതുകൊണ്ട് ജാക്കും ജില്ലും തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം 4 ആണ്. അപ്പോൾ അതാണ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എഴുതുന്നതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് എക്സ് 4 ആണ്. x 4 ആണ് ഇവിടെ പ്രായം. ഒരാളുടെ പ്രായം 20, ഒരാളുടെ പ്രായം 26 ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 26 ആണ് അവരുടെ രണ്ട്. ഓക്കെ, ആഫ്റ്റർ 6 years എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കാരണം ഒരാളുടെ പ്രായം നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കുകയും മൊത്തം പ്രായം 20ഉം 16ഉം ആയിട്ടാണ് കണ്ടുപിടിക്കുക. 20ഉം 16ഉം ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ റേഷ്യോ കണ്ടുപിടിക്കുക. ഇവിടെ ഒരു 20 എന്നുള്ളതല്ലാണ്, 22 ആണ് വരിക. 22 ആണ് കറക്റ്റായിട്ട് കിട്ടുക. സോ
in this way he can solve this. അപ്പം x is equal to 4. again ഇവരുടെ പ്രായം 20-ഉം 16-ഉം ആണ്. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ 26-ഉം 22 ആകുന്നുണ്ട്. അപ്പോൾ 20 എന്നുള്ള റോങ് ആയിട്ട് എഴുതിയാണ്, 22 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 26/22 13/11. 13/11 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മറ്റൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. എ ട്രാവൽസ് സ്പീഡ് ആൻഡ് distance. A travels 324 km in 12 hours. What will be the distance he traveled in 5 hours? ഇങ്ങനെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് യൂണിറ്റ്സുകളൊക്കെ സെയിം ആയിട്ടാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിലോമീറ്റർ ആണ്, കുഴപ്പമില്ല, പ്രശ്നമില്ല. നമുക്ക് ആൻസറിലും കിലോമീറ്റേഴ്സിലാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അവന് അടുത്തത് ഇവിടെ അവേഴ്സ് ആണ്, ഇവിടെ അവേഴ്സ് ആണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് സ്ട്രേറ്റ് ആയി കൺവേർഷൻ ആവശ്യമില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം എ ട്രാവൽസ് 324 കിലോമീറ്റർ 12 hours ആണ്. ആദ്യം തന്നെ സിമ്പിളായിട്ട് എയുടെ സ്പീഡ് കണ്ടുപിടിക്കാം. 324 ടൈം ഡിസ്റ്റൻസ് ടൈം. ഇപ്പോൾ 27 km/h ആണ് എയുടെ സ്പീഡ് കിട്ടുക. അപ്പോൾ സിമ്പിളാണ്. ഇനിയിപ്പം 5 മണിക്കൂറിൽ എത്ര സമയം ട്രാവൽ ചെയ്ത് നോക്കിയാൽ മണിക്കൂറിൽ 27 km ആണ് എയുടെ സ്പീഡ്. അപ്പോൾ 27 × 5 135 km ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺവേർഷൻ ഒന്നും ആവശ്യമില്ല. കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് കൺവേർഷൻ ആവശ്യമില്ല. എല്ലാം കിലോമീറ്ററിനും എല്ലാ അവറിലും കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ട്രേറ്റ് ആയി നമുക്ക് സിമ്പിൾ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള സിമ്പിൾ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ ബട്ടൺ ചെയ്യാം. ഈ വീഡിയോസിൻ്റെ റിമൈനിങ് പാർട്ട് നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ ഈ ഒരു വീഡിയോയുടെ റിമൈനിങ് പാർട്ട് മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സ് ഓൺലി വീഡിയോ ഓപ്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് RS59 എന്നുള്ളൊരു ബേസ് റേറ്റിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. കെമാറ്റ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എനി ടൈം ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാം. എഗെയിൻ നമ്മൾ ക്വാളിറ്റി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചാനൽ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യപ്പെടാം. സോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുക. സോ വി ഷുഡ് ഹെൽപ്പ് യു ടു ആക്സസ് മോർ വീഡിയോസ് ഫ്രം അവർ സൈഡ്. There are members only videos. We have several members only videos. മോക്ക് ടെസ്റ്റുകളുണ്ട്, എക്സ്ക്ലൂസീവ് വീഡിയോസ് ഉണ്ട്, മെമ്പേഴ്സ് ഫസ്റ്റ് വീഡിയോസ് ഉണ്ട്. ഇങ്ങനത്തെ കാറ്റഗറി വീഡിയോസ് ഒക്കെ നമുക്ക് അക്സസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേ പ്രിപ്പറേഷനിലൊക്കെ ഈ ഒരു ജോയിനിങ് മെമ്പർഷിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാണ്ട് പ്ലേലിസ്റ്റ് വരുവാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഏകദേശം 90ഓളം വീഡിയോസ് നമ്മൾ പല ടോപ്പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അക്സസ് ചെയ്യാം. കൂടാണ്ട് ആഡ് ഓൺ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസിന് വേണ്ടിയാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നമുക്ക് താല്പര്യമുള്ളത് ട്രൈ ചെയ്യാവുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.